2015 UDF സർക്കാരിന്റെ കാലത്താണ് കരാർ അദാനിക്ക് കൈമാറുന്നത്. അതേ വർഷം തന്നെ ഡിസംബർ മാസത്തിൽ നിർമ്മാണം തുടങ്ങി. 1000 ദിനങ്ങൾ കൊണ്ട് ആദ്യത്തെ കപ്പൽ വിഴിഞ്ഞത്തെത്തിക്കുക എന്നുള്ളതായിരുന്നു അന്ന് ലക്ഷ്യമിട്ടത്. ഓഖിയും അസംസ്കൃത വസ്തുക്കളുടെ ക്ഷാമവും COVID-19ഉം വിഴിഞ്ഞം സമരവും ഇവയെല്ലാം നിർമ്മാണ പ്രവർത്തനത്തിന് കാര്യമായ തടസ്സങ്ങൾ തന്നെ സൃഷ്ടിച്ചു. അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിക്കും ധാരാളം വിമർശനങ്ങൾ നേരിടേണ്ടതായി വന്നു. പദ്ധതിയിൽ ഉമ്മൻചാണ്ടി ഉൾപ്പെടെ പലരും അഴിമതി നടത്തിയെന്ന വാദവുമായി അന്നത്തെ പ്രതിപക്ഷം മുന്നോട്ട് വന്നു. എന്നാൽ ഈ വാദങ്ങളെല്ലാം, ഈ ആരോപണങ്ങളെല്ലാം കാറ്റിൽ പറത്തി വർഷങ്ങൾക്കിപ്പുറം ഉമ്മൻചാണ്ടിക്ക് അന്വേഷണ കമ്മീഷന്റെ ക്ലീൻ ചീറ്റ് ലഭിച്ചു. വിഴിഞ്ഞം തുറമുഖത്തിന് ഉമ്മൻചാണ്ടിയുടെ പേരിടണം എന്ന ആവശ്യവുമായി അതിശക്തമായി ഉന്നയിച്ച് രമേശ് ചെന്നിത്തലയും KPCC അധ്യക്ഷൻ K സുധാകരനും മുന്നോട്ട് വന്നു. പദ്ധതി അട്ടിമറിക്കാൻ നിരവധി ശ്രമങ്ങൾ ഉണ്ടായിട്ടും തുറമുഖം യാഥാർത്ഥ്യമായതിന് പിന്നിൽ ഉമ്മൻചാണ്ടിയാണ് എന്നും കേരളത്തിന്റെ വികസന സ്തംഭമായി മാറേണ്ട വിഴിഞ്ഞം തുറമുഖ പദ്ധതി ഇത്രയേറെ വൈകിപ്പിച്ച് കനത്ത നഷ്ടം വരുത്തിയ ശേഷം പദ്ധതിയുടെ ക്രെഡിറ്റ് ഏറ്റെടുക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രചാരണം അഴിച്ചുവിട്ടത് അല്പത്തരമാണ് എന്നും അവർ വാദമുന്നയിച്ചു. ഒട്ടേറെ പ്രതിസന്ധികളും വെല്ലുവിളികളും നേരിട്ട പദ്ധതി ഒടുവിൽ യാഥാർത്ഥ്യമായി.